ഇത് 2 വർഷം മുൻപ് എനിക്ക് ഒരു കസ്റ്റമറായിട്ട് റീസെല്ലിങ് കസ്റ്റമറായിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവരിപ്പം ഒരു ഷോപ്പ് തുടങ്ങി. അപ്പം അങ്ങോട്ടേക്ക് വേണ്ടിയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പം കുറേ വെറൈറ്റി സോപ്സാണ് വേണ്ടത്. 5ഉം 10ഉം വെച്ചിട്ട് വെറൈറ്റി സോപ്പുകൾ. അപ്പോൾ 5 പീസ് 10 പീസൊക്കെ വെച്ചിട്ട് ഓരോ ടൈപ്പ് സോപ്പുകളാണ് ആൾക്ക് വേണ്ടത് ആദ്യമേ. അപ്പം നമുക്കിപ്പോൾ മഞ്ഞളുടെ സോപ്പാണ്. ആൾക്ക് മഞ്ഞ കളറിലിരിക്കുന്ന സോപ്പ് തന്നെ വേണം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ കളറിൻ്റെ ടർമറിക്കിൻ്റെ സോപ്പ്. അപ്പം ആൾക്ക് ആ ഒരു സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 5 സോപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ സോപ്പ് ബേസ്. അപ്പോൾ ഞാനതിൽ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇപ്പം ഒരുപാട് സോപ്പ് ഒന്നിച്ചുണ്ടാക്കാനുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബേസ് നമുക്ക് ഒന്നിച്ചെടുക്കാം. മനസ്സിലായോ? അതായത് ഇപ്പം 5 സോപ്പ് മതിയെങ്കിൽ 500 ഗ്രാം. അപ്പോൾ ആ ഒരു കുറേ ഓർഡർ ഉണ്ടെങ്കിൽ ഒരു 10-15 ടൈപ്പ് സോപ്പുകളൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോ പ്രാവശ്യമായിട്ട് ബേസ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മാറ്റിയിട്ട്, അതായത് 500 വേറെ ബീക്കർ ഉണ്ടെങ്കിൽ അതിലേക്ക് അളന്ന് ഇതിനകത്ത് മെൽറ്റ് ആവുന്നതനുസരിച്ച് അളന്ന് മാറ്റിയെടുത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 കിലോ വേറെ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഞാൻ ഈ മഞ്ഞൾ സോപ്പും കൂടെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ കണ്ടോ, ഞാൻ എക്സ്ട്രാക്റ്റാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോയ്ക്ക് ഒരു 10 മില്ലിയോളം എക്സ്ട്രാക്റ്റ് ഒഴിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് വൈറ്റമിൻ ഇ എന്തെങ്കിലും നമ്മുടെ എക്സ്ട്രാ ഒരു ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒക്കെ ചേർത്ത് കൊടുക്കുക, ഒരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മില്ലിയോളമൊക്കെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ, നമ്മളിപ്പം ടർമറിക്കിൻ്റെ തന്നെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഞാൻ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു മഞ്ഞളിൽ കുളിച്ചൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മഞ്ഞളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ മോൾഡിലേക്ക് അപ്പോൾ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും ഒത്തിരി പേരിങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മോൾഡിലേക്ക് ഒഴിക്കുന്നത്. തണുത്ത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ മോൾഡിലേക്ക് ഒഴിക്കും? അതങ്ങനെ ഇതായി പോവില്ലേ, ഫിക്സായി പോവില്ലേ? അപ്പം നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിക്കണം. അപ്പം ജസ്റ്റ് പതയൊക്കെ ഉണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ സോപ്പ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിന് ആ പതയൊന്നും അങ്ങനെ കാണത്തില്ല. ഓക്കെ. അഥവാ അങ്ങനെ നിങ്ങൾക്ക് റബ്ബിങ് ആൽക്കഹോൾ അങ്ങനെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കത്തീൻ്റെ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ഒക്കെ അറ്റം വെച്ചിട്ടേ ഒന്നും പതിയെ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഞാനങ്ങനെ അധികം മാറ്റാറില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്പ്രേ അടിക്കും, അങ്ങനെയുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ട ആ ഒരു നമ്മളുടെ പത അങ്ങനെ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ മഞ്ഞൾ സോപ്പ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ ഈ ഒരു മഞ്ഞൾ സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പിയേഴ്സിൻ്റെയൊക്കെ ഒരു സോപ്പിൻ്റെ കളർ, അതായത് റെഡ് കളറിലൊക്കെ വരുവേ. അപ്പം മഞ്ഞൾ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കറക്റ്റ് മഞ്ഞ കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സോപ്പ് നല്ലതാണ് സ്കിന്നിനൊക്കെ. അപ്പം ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ, ഉണ്ടാക്കി നോക്കുക.